റോയ്ചായ അനധികൃതമായി അമേരിക്കയിൽ താമസിച്ചിരുന്ന ഇന്ത്യക്കാരെ കൊണ്ടുവന്നത് വളരെ ക്രൂരമായ രീതിയിലായിരുന്നു. അതിനെ മുഴുവൻ ന്യായീകരിക്കുകയാണ് ഇന്ത്യ സർക്കാർ. ഇത്രയ്ക്ക് അമേരിക്കയിൽ വിധേയപ്പെടേണ്ട കാര്യമുണ്ടോ? അതാണ് നട്ടലിലുള്ള ഒരു പ്രധാനമന്ത്രിയോ ഉണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ല എന്നാണ് ഒറ്റ വാക്കിൽ പറയാനുള്ളത്. ഞാനൊരു ഉദാഹരണം പറയാം. 2013 ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരുന്ന മൻമോഹൻ സിംഗ് ഈ ബി ജെ പിക്കാരൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ദ വീക്ക് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്നാണ്. അതായത് ഏറ്റവും ദുർബലനായ പ്രധാനമന്ത്രി എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് അമേരിക്കയെ വരച്ച വരയിൽ നിർത്തിയ ഒരു സംഭവമുണ്ട്. 2013 ന്യൂയോർക്കിലെ അമേരിക്കൻ എംബസിയിലെ കോൺസുലർ ജനറലായിരുന്ന ദേവയാനി ഖോബ്രഗഡെ എന്ന് പറയുന്ന ഒരു 39-കാരിയായ ഡെപ്യൂട്ടി കോൺസുലർ ജനറലെ അവിടെ അവരുടെ വീട്ടിലെ വേലക്കാരിക്ക് മതിയായ ശമ്പളം കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും അവരുടെ വസ്ത്രമൂരി നഗ്ന പരിശോധനയ്ക്ക് US പോലീസ് വിധേയമാക്കിയൊരു സംഭവം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ അത് വലിയ നയതന്ത്ര ബന്ധങ്ങൾ രംഗത്ത് വലിയ കോലാഹലം സൃഷ്ടിക്കുകയും നമ്മുടെ സർക്കാർ അത്തരത്തിൽ നമ്മുടെ ഒരു ഡിപ്ലോമാറ്റിനോട് പെരുമാറി എന്നതിൻ്റെ പേരിൽ ന്യൂഡൽഹിയിലെ അമേരിക്കൻ എംബസിക്ക് നൽകിയിരുന്ന സുരക്ഷ, അതായത് കെട്ടിടത്തിന് പുറത്ത് നൽകിയിരുന്ന സുരക്ഷ പിൻവലിക്കുകയും അമേരിക്കൻ എംബസിക്കകത്തുള്ള അമേരിക്കൻ സ്കൂളിലെ അധ്യാപകരുടെ ശമ്പളം, അവരുടെ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരുടെ വീടുകളിൽ ജോലി ചെയ്യുന്ന വേലക്കാരികളുടെ ശമ്പളം തുക ഇതെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയക്കുകയും അതുപോലെ തന്നെ അവർക്ക് അമേരിക്കൻ ഡിപ്ലോമാറ്റ്സിന് നൽകിയിരുന്ന ചില ഡിപ്ലോമാറ്റിക് നയതന്ത്ര ബന്ധത്തിൻ്റെ ഭാഗമായി നൽകിയിരുന്ന ചില ഇറക്കുമതി ഇളവുകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവർക്ക് അവിടുന്ന് ആഹാര സാധനങ്ങൾ, വൈന്, മദ്യം ഇതൊക്കെ ഇറക്കുമതി ചെയ്യുന്നതിന് നമ്മൾ നൽകിയിരുന്ന ചുങ്കം ഒക്കെ ഒഴിവാക്കി കൊടുത്തിരുന്നു. അതെല്ലാം പുനഃസ്ഥാപിക്കുകയും അമേരിക്കൻ സർക്കാരിനെ വരച്ച വരയിൽ നിർത്തുകയും ചെയ്തു. അന്ന് ബറാക്ക് ഒബാമയെ പോലെ വളരെ ശക്തനായ ഒരാളാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്ന് ഓർക്കണം. നമ്മുടെ പ്രധാനമന്ത്രി അത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ അമേരിക്കൻ ഗവൺമെൻറ്റിനെ വിറപ്പിച്ചു എന്നാണ് അന്ന് അമേരിക്കൻ പത്രങ്ങൾ പോലും എഴുതിയിരുന്നത്. അതായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്ത് അന്ന് അമേരിക്കൻ സർക്കാർ, പ്രത്യേകിച്ച് റിച്ചാർഡ് നിക്സന്റെ സർക്കാർ അന്ന് പാകിസ്ഥാനോടൊപ്പമായിരുന്നു. അവർ ആ യുദ്ധത്തിൽ പാകിസ്ഥാനെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അമേരിക്കൻ കപ്പൽപ്പട 7ാം കപ്പൽപ്പട എന്ന് പറയുന്ന വലിയൊരു കപ്പൽ, വിമാനവാഹിനി കപ്പൽ ഇന്ത്യയിലേക്ക് അയക്കുകയും അത് ബംഗാൾ ഉൾക്കടലിൽ എത്തുകയും ചെയ്തു. പക്ഷേ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി നിക്സനോട് പറഞ്ഞു, നിങ്ങൾ ഇനി എന്ത് ചെയ്താലും ഞങ്ങൾ യുദ്ധത്തിൽ പിന്മാറത്തില്ല, നിങ്ങളുടെ കപ്പൽ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പിൻവലിക്കുക, ഞങ്ങൾ നിങ്ങളുടെ മുമ്പ് കീഴടങ്ങുന്ന ഒരു പ്രശ്നമേ ഇല്ല എന്ന് ഇന്ദിരാഗാന്ധി റിച്ചാർഡ് നിക്സനോട് വെട്ടിത്തുറന്ന് പറയാൻ ധൈര്യം കാണിച്ച പ്രധാനമന്ത്രി. അതിനുശേഷമാണ് യുദ്ധം അവസാനിച്ചതിന് ശേഷം നടന്ന പാർലമെൻറ്റ് സമ്മേളനത്തിൽ വെച്ചാണ് അന്നത്തെ ജനസംഘ നേതാവായിരുന്ന AB വാജ്പേയി ഇന്ദിരാഗാന്ധിയെ ദുർഗ എന്ന് വിളിച്ചത്. അതാണ് നമ്മുടെ പ്രധാനമന്ത്രിമാരുടെയും നമ്മുടെ രാജ്യത്തിൻ്റെയും നിലപാട്. അമേരിക്ക മീശ പിടിച്ചാൽ ഉടനെ ഇവിടെ പേടിച്ച് നിൽക്കേണ്ട കാര്യമില്ല. ഇന്ന് പാർലമെൻറ്റിൽ നമ്മൾ അതാണ് കണ്ടത്. അതായത് ഇന്ത്യക്കാരായ 104 പേരെ കാലിൽ ചങ്ങലയിട്ടും കയ്യിൽ വിലങ്ങ് വെച്ചും 40 മണിക്കൂർ നേരം അമേരിക്കയിൽ നിന്ന് യാത്ര ചെയ്ത് ആഹാരം കഴിക്കാൻ പോലും വിലങ്ങ് അയച്ചു കൊടുക്കാത്ത രീതിയിൽ അതിക്രൂരമായ രീതിയിൽ പെരുമാറിയ സംഭവത്തെക്കുറിച്ച് അതിനെ ഏതാണ്ട് ന്യായീകരിക്കുന്ന രീതിയിലാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി ഇന്ന് പാർലമെന്റിൽ ഇതിൽ പുതുമയില്ല, വിലങ്ങണിയിക്കുന്നതിൽ പുതുമയില്ല, അല്ലെ ഈ നാട് കടത്തതിൽ പുതുമയില്ല എന്നെല്ലാം പറഞ്ഞ് പൂർണ്ണമായും അമേരിക്കൻ സർക്കാർ ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്ന് തന്നെയാണ് വിദേശകാര്യമന്ത്രി പാർലമെന്റിൽ ഇവിടുത്തെ BJP-ക്കാരും ഇവിടുത്തെ മന്ത്രിമാരും എല്ലാം ചേർന്ന് പറയുന്ന എന്തുവാണ്, നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി വിശ്വഗുരുവാണ്, 56 ഇഞ്ചിന്റെ നെഞ്ചളം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വെറുതെ ബടായി അടിക്കുന്നതാണ്. അതിനകത്തൊരു കാര്യമില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ അമേരിക്കയുമായി വ്യാപാര ബന്ധവും മറ്റ് ഒരുപാട് ബന്ധങ്ങളുള്ള ഒരു രാജ്യം ഇത്ര രീതിയിൽ ക്രൂരമായ രീതിയിൽ പെരുമാറിയപ്പോൾ നിങ്ങൾ ഈ മതിയായ യാത്രാരേഖകളില്ലാത്ത കുടിയേറ്റക്കാരായ ആൾക്കാരെ തിരിച്ചയക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് ലോകം മുഴുവൻ നടക്കുന്ന ഒരു പ്രക്രിയയാണ്, അതിൽ തെറ്റില്ല. പക്ഷേ അതിക്രൂരമായ രീതിയിൽ, ഏറ്റവും മനുഷ്യത്വരഹിതമായ രീതിയിലാണ് ഇന്ത്യക്കാരെ സൈനിക വിമാനത്തിൽ കയറ്റി കാലിൽ ചങ്ങലയിട്ടും കയ്യിൽ വിലങ്ങിട്ടും വിട്ടത്. നിങ്ങൾ നോക്കിയേ, തൊട്ടടുത്ത അമേരിക്കയുടെ തൊട്ട അയൽ രാജ്യമായ മെക്സിക്കോ, ഇന്ത്യയുടെ 10 പോലും വലിപ്പമില്ലാത്ത ജനസംഖ്യയില്ലാത്ത രാജ്യമായ കൊളംബിയ, അവിടുന്നൊക്കെയുള്ള ആൾക്കാരെ സൈനിക വിമാനത്തിൽ കയറ്റി വിടാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞല്ലോ, ഞങ്ങളുടെ വിമാനത്താവളങ്ങളിൽ
സൈനിക വിമാനം ഈ കുടിയേറ്റക്കാരുമായിട്ട് താഴാൻ സമ്മതിക്കത്തില്ല. അവരാരും അങ്ങോട്ട് ആ വന്ന വിമാനം തിരിച്ചുപോയി. എന്നിട്ട് വേറെ മറ്റേ സാധാരണ യാത്രാ വിമാനത്തിലാണ് അവരെ കയറ്റി. ഒരു കൊച്ചു രാജ്യമായ കൊളംബിയയ്ക്ക് പോലും അമേരിക്കയുടെ ട്രംപിൻ്റെ മുഖത്ത് നോക്കി അത് പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ സർക്കാർ ആരെയാണ് പേടിക്കുന്നത്? ട്രംപ് ഈസ് മൈ ഫ്രണ്ട് എന്നൊക്കെ ഇതുവഴി ഇംഗ്ലീഷ് പറഞ്ഞു നടക്കുന്ന പ്രധാനമന്ത്രിയാണ് നമ്മുടേത്. നിങ്ങൾക്ക് ആ സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്രസിഡന്റിനോട് പറയേണ്ടതായിരുന്നു, ഞങ്ങളുടെ ജനതയോട് കാണിച്ചത് നിങ്ങൾ അങ്ങേയറ്റത്തെ മനുഷ്യത്വരഹിതമായ കാര്യമാണ് എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രമേയം പോലും പാസ്സാക്കാനുള്ള ആർജവം ഇല്ലാത്ത നിലപാടുകളാണ് നമ്മുടെ സർക്കാർ സ്വീകരിച്ചത്. അത് നമ്മുടെ വിദേശകാര്യമന്ത്രി എന്ന് പറഞ്ഞത് 2009 മുതൽ ആൾക്കാരെ കയറ്റി. പക്ഷേ ഒരു വാചകം അദ്ദേഹം പറഞ്ഞില്ല, സൈനിക വിമാനത്തിലാണ് കയറ്റി വിട്ടെന്നോ അവരുടെ കാലിൽ ചങ്ങലയിട്ടെന്നോ കയ്യിൽ വിലങ്ങ് വെച്ചെന്നോ ഒരു വാചകം അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പോൾ അന്നും നേരത്തെ വന്നിട്ടുണ്ട്, ശരിയാണ്. നമ്മൾ ലോകം മുഴുവൻ സ്വീകരിച്ചിരിക്കുന്ന നയമാണ് അനധികൃതമായ കുടിയേറ്റക്കാരെ അതാത് രാജ്യത്തേക്ക് പറഞ്ഞു വിടുക എന്നുള്ള ലോകം മുഴുവൻ നടക്കുന്ന പ്രക്രിയയാണ്. അതിൽ തെറ്റില്ല. പക്ഷേ നിങ്ങൾ അത്തരക്കാരോട് സ്വീകരിക്കുന്ന സമീപനമാണ് പ്രശ്നം. സൈനിക വിമാനത്തിൽ അവരെ 40 മണിക്കൂർ നേരം ദൂരയാത്രയ്ക്ക് ചെയ്തു വിടുക, അവരോട് ഒരു തരത്തിലുള്ള മനുഷ്യത്വപരമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അവർക്ക് ബാത്റൂം സൗകര്യം ഉപയോഗിക്കാൻ പറ്റിയിരുന്നില്ല, അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല ഈ 40 മണിക്കൂർ നേരം, കാലിൽ ചങ്ങലയിട്ട് കയ്യിൽ വിലങ്ങിട്ടിരിക്കുക എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ അവസ്ഥ ആലോചിക്കുക. നടക്കാൻ പറ്റത്തില്ല, കൈ അനക്കാൻ പറ്റത്തില്ല, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഈ നമ്മുടെ ജനതയോട് ഈ അമേരിക്കക്കാർ പെരുമാറിയത്. എന്നിട്ട് അത് കണ്ടിട്ട് മിണ്ടാതിരിക്കുക, ഒട്ടകപ്പക്ഷിയെ പോലെ തല കുനിച്ച് നിൽക്കുക, അവരുടെ ചെയ്തികൾക്കെല്ലാം പിന്തുണ പറയുക. ഇതെന്തൊരു സർക്കാരാണ്? ഇത് ആദ്യം ഈ കൈവിലങ്ങ് ഇട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരു പ്രചരണം ഉണ്ടായിരുന്നു. പിന്നീട് അമേരിക്കയുടെ ബോർഡർ പോലീസ് തന്നെ ഇന്ത്യക്കാരെ കയറ്റി അയക്കുന്ന വീഡിയോസ് പുറത്തു വിട്ടപ്പോഴാണ് ഇപ്പൊ ഇതെങ്കിലും സമ്മതിച്ചത്. അതെ, ഇന്നലെ വരെ അതായിരുന്നു നമ്മുടെ സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അത്തരത്തിൽ ആരെയും വിലങ്ങിട്ട് വിട്ടിട്ടില്ല എന്നൊക്കെ ഉള്ളതായിരുന്നു ഇന്ന് രാവിലെ വരെയും പാർലമെന്റ് കൂടുന്നതിന് മുമ്പ് വരെയും പറഞ്ഞുകൊണ്ടിരുന്നത്. ബോർഡർ പെട്രോൾ പോലീസിന്റെ ഈ വീഡിയോ വരികയും അതിൻ്റെ തലവൻ വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് പറഞ്ഞത്, ഞങ്ങൾ ഏറ്റവും ലോങ്ങസ്റ്റ് യാത്ര ചെയ്ത ഇത്തരം കുടിയേറ്റക്കാരെ കൂടുതൽ ദൂരത്തേക്ക് യാത്ര ചെയ്ത് പറഞ്ഞയച്ചിട്ടുണ്ട് എന്ന് പറയുകയും അതിനോടൊപ്പം തന്നെയാണ് ഈ വിഷ്വൽ പുറത്തുവിടുകയും. ലോകത്തിൽ വലിയ മനുഷ്യാവകാശത്തെക്കുറിച്ച് പെരുമ്പറ കൊട്ടി പറയുന്ന രാജ്യമാണ് അമേരിക്ക. ആ രാജ്യത്തു നിന്നാണ് ഇത്തരത്തിൽ ഒരു ജനതയോട് ഇത്തരത്തിൽ എനിക്ക് തോന്നുന്നത് ഈ ഇന്ത്യക്കാരോട് മാത്രമേ അമേരിക്ക ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാൽച്ചങ്ങലയിട്ടും കയ്യിൽ വിലങ്ങിട്ടും വിട്ടത് മറ്റു രാജ്യങ്ങളിലൊന്നും പത്രങ്ങളിലൊന്നും മാധ്യമങ്ങളിലൊന്നും അങ്ങനെ ഒരു വാർത്ത പോലും കേട്ടില്ല. ഇത് ഇന്ത്യക്കാരുടെ മേലെ എന്തും ആവാം എന്നുള്ളത് കൊണ്ടാവാം ഒരു ഗവൺമെൻറ് ചോദിക്കാൻ പോലും തയ്യാറായി. സ്വന്തം പാർലമെൻറ്റിനകത്തൊരു പ്രമേയം പാസ്സാക്കാൻ അമേരിക്ക കാണിച്ചത് വൃത്തികേടായി പോയി എന്ന്, അല്ലെങ്കിൽ മനുഷ്യത്വരഹിതമായിട്ടാണ് അമേരിക്ക ഇന്ത്യക്കാരോട് പെരുമാറിയെന്ന് പറയാൻ പോലും ആർജവമില്ലാത്തൊരു സർക്കാരിനെ കുറിച്ച് എന്ത് പറയാനാണ്? അതായിരുന്നു പറയേണ്ടിയിരുന്നത്, ഇല്ലേ? ഇത്തരത്തിൽ മനുഷ്യനോട് മനുഷ്യത്വരഹിതമായി പെരുമാറുമ്പോൾ അതാണ് പറയുന്നത്. അമേരിക്ക പറയുന്ന മനുഷ്യാവകാശങ്ങൾ പറയുന്നത് വെറും തട്ടിപ്പാണെന്ന് പറയണ്ടേ? അവരെത്ര ക്രിമിനലുകളോ അവരെന്തും ആയിക്കോട്ടെ, അവരെ ഈ രാജ്യത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ അവരുടെ അന്തസ്സ്, മനുഷ്യൻ്റെ അന്തസ്സ് എന്ന് പറയുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വില കൂടിയ സാധനം എന്ന് പറയുന്നത്. അതിനുപോലും വില കൽപ്പിക്കാത്ത രാജ്യത്തിന് മുമ്പിൽ കീഴടങ്ങി നിൽക്കുകയാണ്, പഞ്ചപുച്ഛം അടക്കി നിൽക്കുകയാണ്. എന്നിട്ടാണ് വലിയ രാജ്യസ്നേഹത്തെക്കുറിച്ച് കൊട്ടിപ്പാടിക്കൊണ്ടിരിക്കുന്നത്.